എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. നമുക്കെല്ലാവർക്കും നമ്മുടെ ഗുരുപരമ്പരയുടെ അനുഗ്രഹം വാങ്ങിക്കാം. ശങ്കരാചാര്യ വിരചിതമായിട്ടുള്ള ദക്ഷിണാമൂർത്തി സ്തോത്രം തീർച്ചയായിട്ടും ഉപാസനാ തലത്തില് വളരെയധികം പ്രയോജനം ചെയ്യുന്നതായതുകൊണ്ടാണ് നമ്മളത് ഇതിലോട്ട് കയറുന്നത്. നമുക്ക് പരാശക്തിയുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ഇല്ലാതെ പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റില്ല. ഉൾക്കൊള്ളാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഗുരുപരമ്പരയുടെ അനുഗ്രഹം വേണം. അപ്പോ സദാശിവ സമാരംഭാം ശങ്കരാചാര്യം മധ്യമാം അസ്മദ് ആചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പര. ദക്ഷിണാമൂർത്തി സ്വരൂപിണിയായിരിക്കുന്ന ആ മഹാശക്തിയുടെ പാദപത്മങ്ങളെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലേക്ക് എന്തെങ്കിലും ഒരു വാക്ക് ഇതിൽ നിന്ന് കിട്ടിയാല് ജീവൻ മുക്തരാവാനുള്ള മുത്തുകളാണ് ഇതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാം ആ ഒരു ഈശ്വരന്റെ അനുഗ്രഹത്തിന് അമ്മയോട് എല്ലാ അനുഗ്രഹങ്ങളും ചോദിച്ചുകൊണ്ട് വേണം ഇതിൽ കയറാൻ. കാരണം വളരെയധികം ഓരോ വാക്കിനും പല പല അർത്ഥങ്ങള്, പല വ്യാഖ്യാനങ്ങളില് പല അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. വളരെ ഗഹനമാണ്. ഞാൻ ഒരു 6-7 പേരുടെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് ശങ്കരാചാര്യരുടെ തന്നെ വ്യാഖ്യാനങ്ങളെ മെയിൻ അടിസ്ഥാനപ്പെടുത്തി വേറെ പലരുടെയും എന്താ പറയാ വ്യാഖ്യാനങ്ങളിൽ നിന്ന് വളരെ എടുത്തിട്ടുള്ള ആദ്യം അതിനെക്കുറിച്ച് നമ്മളൊരു അവലോകനമാണ്. ദക്ഷിണാമൂർത്തി തത്വം എന്താണ്, ദക്ഷിണാമൂർത്തി യഥാർത്ഥത്തിൽ ദക്ഷിണാമൂർത്തി ആരാണ്, ഇതിങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഈ 8 ശ്ലോകം പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് 10 ശ്ലോകങ്ങളാണുള്ളത്. 8 ശ്ലോകങ്ങളും പിന്നെ 2 ഒന്ന് അതിനെക്കുറിച്ചുള്ള പ്രാവർത്തികമായിരിക്കുന്ന എങ്ങനെ നമുക്കതിൽ പരിജ്ഞാനം നേടാം, പിന്നെ ഫലശ്രുതി, അങ്ങനെ 10. അത് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാതെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പിടികിട്ടില്ല. അതുകൊണ്ട് അതിന്റെ തത്വം എന്താണ് ഗുരുശിഷ്യ ബന്ധം, അതിനെക്കുറിച്ച് മനസ്സിലാക്കി പോയിന്റ്സ് മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മൾ അതിന്റെ ഓരോ ശ്ലോകമായിട്ടെടുത്ത് വായിച്ചർത്ഥം പറഞ്ഞു. അപ്പൊ വളരെ എളുപ്പമായിരിക്കും, കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് കാണില്ല. 8 ശ്ലോകങ്ങളുള്ള ഒരു സ്തോത്രത്തെയാണ് നമ്മൾ അഷ്ടകം എന്ന് പറയുന്നത്. ഈ ദക്ഷിണാമൂർത്തി സ്തോത്രം എന്ന് പറയുന്നത് ഒരു അഷ്ടകമാണ്. അഷ്ടകം എന്ന് പറഞ്ഞാൽ 8 എണ്ണം ഉള്ളത്, 8 സ്തോത്രങ്ങളുള്ളത്. അപ്പൊ അവിടെ അതിനുശേഷം 2 എണ്ണം കൂടെ, എന്നാലും ആത്മസാക്ഷാത്കാര സാധനയില് പ്രസക്തമായിട്ടുള്ള ചില വസ്തുതകള് 2 ശ്ലോകങ്ങളിൽ കൂടി ശങ്കര ഭഗവത്പാദർ എഴുതി ചേർത്തിട്ട് അതിനെ ഒരു സ്തുതിയാക്കി മാറ്റി. അതുകൊണ്ടാണ് നമ്മൾ സ്തോത്രം എന്ന് പറയുന്നത്. നമ്മളിനി എന്താണ് സ്തോത്രം, അതെല്ലാം വഴിയെ കാണും. ഈ 3-4 ദിവസം കൊണ്ട്, ഈ ആഴ്ച കൊണ്ട് ഇതിന്റെ ആ ഒരു പെരിഫറിയിൽ നിന്ന് അകത്തോട്ട് എന്താണ് ഇതിന്റെ തത്വം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഓരോ ശ്ലോകമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് അതിലോട്ടൊരു വെളിച്ചം കിട്ടും. അല്ലെങ്കിൽ ഇതിന് പല പല വേർഷൻസ് ഉണ്ട്, പല വഴി കൂടെ നോക്കണം, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. കാരണം ശങ്കരാചാര്യരുടെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ജ്ഞാനത്തെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഇവിടെ മോക്ഷ സാധന മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഭൗതികമായിരിക്കുന്ന യാതൊന്നും ഇതിൽ നിന്ന് കിട്ടില്ല. കാരണം മോക്ഷ സ്വരൂപത്തിലിരിക്കുന്ന സാക്ഷാൽ ദക്ഷിണാമൂർത്തി ആരാണ് അദ്ദേഹം എന്ന് നമുക്ക് ഈ വടവൃക്ഷം അമൂർത്തമായ ദക്ഷിണ എന്നുള്ള ആ ഒരു സ്വരൂപം എല്ലാം മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് ദേവിക്ക് ഒരു നാമമുണ്ട്, ദക്ഷിണാമൂർത്തി രൂപിണിയെ നമഃ എന്ന്. ആ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്നാലും ഈ എന്താ പറയാ ശ്രീശങ്കരൻ ഒരു സ്തുതിയാക്കി മാറ്റാൻ കാരണം എന്താ, സാധനാമാർഗം. ഒരു സാധനാമാർഗത്തിൽ നമ്മൾ പല തത്വശാസ്ത്രങ്ങളും പഠിക്കും. അപ്പൊ അതിനകത്ത് മരങ്ങള്, ജീവജാലങ്ങള്, സങ്കീർണതകള്, സംഭവങ്ങള്, ഒരു കൊടും വനത്തില് മതിച്ചോടുന്ന ശക്തമായിട്ടുള്ള ഒരു ആനയെ പോലെയാണ് നിയന്ത്രണ വിധേയമല്ലാത്ത ആ ഒരു മൃഗം. നമുക്ക് എന്താണ് ആ മൃഗം എന്ന് നമുക്കറിയാം, നമ്മുടെ മനസ്സ്. അപ്പൊ ഒരു ചെങ്കുത്തായ കുന്നിന്റെ നെറുകയിൽ നിന്ന് പാറക്കൂട്ടത്തിലേക്ക് വഴുതി വീണ് ഛിന്ന ഭിന്നമായി പോകുന്നത് കാണണം. നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് നമ്മുടെ സാധനയിലുണ്ട്. അതെല്ലാം മാറാനായിട്ടാണ് നമ്മൾ ഈ ദക്ഷിണാമൂർത്തി സ്തോത്രം പഠിക്കുന്നത്. ഇത് മോക്ഷദായകമാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന സൂക്ഷ്മങ്ങളായിട്ടുള്ള ആശയങ്ങള് എല്ലാവർക്കും ഗ്രഹിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചില എന്താ പറയാ ആധ്യാത്മിക സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ ഇത്രയും ഉപനിഷത്തുകളൊക്കെ കേട്ടതുകൊണ്ട് തീർച്ചയായിട്ടും കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവാനുള്ള വഴിയുണ്ട്. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഇതുമായിട്ട് പോയി ആ ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹം ചോദിച്ച്, എല്ലാവർക്കും ആദി ഗുരുവായിരിക്കുന്ന ദക്ഷിണാമൂർത്തിയെ നമസ്കരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അതായത് മനസ്സിലാവാതിരിക്കാൻ കാരണം ബഹിർമുഖമായിരിക്കുന്ന നമ്മുടെ മനസ്സിനെ അകത്തോട്ട് കൊണ്ടുവന്നെങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ. ബഹിർമുഖമായിരിക്കണ ബുദ്ധി താരതമ്യേന എന്താ പറയാ
ബഹിർമുഖമായിരിക്കുമ്പോൾ അശാന്തമാണ് മനസ്സ്. ബാഹ്യ വസ്തുക്കളിലോട് ചേർന്നിരിക്കുന്ന മനസ്സ് എപ്പോഴും എന്ത് ചെയ്യും? ചരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇത് അകത്തോട്ട് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിനെ ശാന്തി അടഞ്ഞ് ബുദ്ധി ക്രമേണ താരതമ്യേന ഒരു ശാന്തി കൈവരിക്കുന്ന നിമിഷത്തിൽ മാത്രമേ അവിടെ അവ്യക്തമായിട്ട് നമ്മുടെ ഉള്ളില് ആ ഒരു സ്ഥിതി ചെയ്യുന്ന ആ ഒരു മനനശക്തി, ആ ശക്തിയെ പ്രകാശിപ്പിക്കുന്നു. ആ ഒരു സർവ്വ നിഗൂഢ സാധ്യതകളായിരിക്കുന്ന ആധ്യാത്മിക അനുഭവങ്ങള്. എത്രയൊക്കെ ശാസ്ത്രം പഠിച്ചാലും അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പ്രയോജനപ്പെടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം ഇതിന്? ഒരു നമ്മളെ എത്തിക്കുന്ന ഈ ഒരു അനുഭവത്തിലേക്ക്, മനനത്തിലൂടെ അനുഭവത്തിൽ എത്തിക്കുന്ന ഒരേ ഒരു വാഹനം, ഒരേ ഒരു ആശ്രയം ഉപാസന മാത്രമാണ്. കാരണം എന്താ? സമഗ്രമായിരിക്കുന്ന ഈ ദൃശ്യ പ്രപഞ്ചം എല്ലാ കാരണങ്ങൾക്കും അതീതമായ അനന്ത സത്യത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. അതിനാണ് നമ്മളെ കാരണ ശരീരം. അപ്പൊ കാരണ ശരീരം എന്താണെന്ന് വ്യക്തമായിട്ട് ഇപ്പൊ നമുക്കറിയാം. എന്തിൽ നിന്നാണോ ഈ കാണപ്പെടുന്നതെല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത്, അതാണ് കാരണ ശരീരം. ആ സത്യത്തെ നേരിട്ട് ഒരു സാധകന് ധ്യാനിക്കുവാൻ കഴിയില്ല. ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം എന്താ? അത് ഒരു അനന്തമാണ്. അനന്തം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫിനിറ്റ് ഒരു ഇതാണ്. നമ്മുടെ മനസ്സ് വളരെ ലിമിറ്റഡ് ആണ്. അപ്പൊ പ്രപഞ്ചം എന്ന് പറയുന്നതിനെ ഉൾക്കൊള്ളാൻ ഒരു സാധാരണ മനുഷ്യന് സാധ്യമല്ല. നമുക്ക് ഈ ദൃശ്യപ്രപഞ്ചത്തെ, ആ ദൃശ്യപ്രപഞ്ചത്തെ മറികടന്ന് അതിന് കാരണമായിരിക്കുന്ന ആ ഒരു അനന്ത സത്യത്തെ കണ്ടെത്താൻ പറ്റുള്ളൂ. ആ സത്യത്തെ നേരിട്ട് ധ്യാനിക്കാൻ നമുക്ക് കഴിവില്ലാത്തതുകൊണ്ട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാല് അതിന് നമ്മൾ ഏകാഗ്രത നേടണം. ദക്ഷിണാമൂർത്തി എന്താ? ഏകാഗ്രമായിരിക്കുന്ന മനസ്സിനെയാണ് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു മാനസിക ഏകാഗ്രത നമ്മൾ ഈ സത്യത്തെ അന്വേഷിക്കണവർ നേടേണ്ടതായിട്ടുണ്ട്. സാധാരണയായിട്ട് സാധകന്റെ മനസ്സ് ഏകാഗ്രതയ്ക്ക് കഴിവില്ലാത്തതും ധ്യാനശക്തി ഇല്ലാത്തതുമായിരിക്കും. കാരണം തുടക്കത്തിൽ സാധനയെ പ്രവേശിക്കുമ്പോൾ എല്ലാവർക്കും ആ ഒരു ഏകാഗ്രമായിരിക്കാൻ പറ്റില്ല. ഏകാഗ്രം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ബാഹ്യത്തിൽ നിന്ന് ആന്തരിക ശക്തിയിൽ മാത്രം ഉറച്ചിരിക്കുന്നതായിരിക്കും. അപ്പൊ ഈ രണ്ടും ഇല്ലാതെ പരമാത്മാവിനെ അവിരാമമായിട്ട് ധ്യാനിക്കാൻ ഏത് സാധകനും സാധ്യമല്ല. കാരണം അവന്റെ മനസ്സൊരിക്കലും ഏകാഗ്രമായി നിൽക്കില്ല. നമ്മൾ പറയുമല്ലോ, മനസ്സാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ആ ഒരു മനപ്രഗ്രഹം എനിക്ക് പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. കഴിവുകൾ നമ്മൾ വളർത്തിയെടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ധ്യാനിക്കാൻ പറ്റും? ഈ കഴിവുകള് സാധകന് ലഭ്യമാകാൻ ഒരു നിർദ്ദിഷ്ട ആ ഒരു പരിശീലനം കൊടുക്കുന്നതിനാണ് നമ്മൾ ഉപാസന എന്ന് പറയുന്നത്. ആ ഉപാസനയില് ആ ഒരു ഉപാസന ചെയ്യുന്ന ആള് ആ പരമസത്യത്തിന്റെ പ്രത്യക്ഷ രൂപങ്ങളെ കുറിച്ച് മനനം ചെയ്യണം. പരമസത്യത്തെ ഗ്രഹിക്കാനായിട്ട് അതിനെ പ്രതിനിധാനം ചെയ്യുന്ന മൂർത്തിയെ ധ്യാനിക്കണം. അപ്പൊ ഈ പൗരാണിക പാരമ്പര്യം അനുസരിച്ച് സർവേശ്വരൻ പ്രത്യക്ഷപ്പെടുന്ന അവതാരങ്ങളായിട്ടാണ്. നമ്മൾ കണ്ടു, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ശിവൻ, വിഷ്ണു തുടങ്ങിയ അവതാരങ്ങള് ഉപാസനയ്ക്ക് നമുക്കൊരു ആലംബനാണ്. ഏതെങ്കിലും ഒരു ആരാധന, ഒരു ദേവത വേണം നമുക്ക്. ഭക്തിയുടെ ആരാധന വേദിക്ക് അവിടെ ഒരു മൂർത്തിയുടെ പ്രതിഷ്ഠ വേണം. ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ വ്യാസൻ തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഈ പറഞ്ഞ എന്താ പറയുക, വ്യാസന്റെ ഒരു 18 പുരാണങ്ങളിലെല്ലാം തന്നെ ഒരു ഉപാസന മൂർത്തിയെ നമുക്ക് കൊണ്ടുതരുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ പ്രകൃതിയിലെ ശക്തികളായിരിക്കുന്ന സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, വായു, സമുദ്രം, ഈ ദേവതകളെ ഭക്തിയോടൊപ്പം സമർപ്പണ ഭാവത്തോടുകൂടി സാധകൻ ധ്യാന സാധന ചെയ്ത് വരണം. എന്തിനാ? നമുക്ക് ദക്ഷിണാമൂർത്തി സ്തോത്രം പഠിക്കുമ്പം അറിയാൻ പറ്റും ഈ നമ്മുടെ സാധനയിൽ ഈ അഷ്ടമൂർത്തികള്, ശിവന്റെ അഷ്ടമൂർത്തികൾ ആരൊക്കെയാണ്. അപ്പൊ അത് പിന്നെയാണ് നമ്മൾ അറിയുന്നത് ദേവിയുടെ 36 തത്വങ്ങളും. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ യോജിപ്പിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥ നമ്മുടെ വൈദിക സംസ്കാരം എന്തായിരുന്നു? ഈ അമ്പലവും മൂർത്തികളെ പ്രതിഷ്ഠിച്ചുള്ള ആരാധന ആയിരുന്നോ, അതോ പ്രപഞ്ച ശക്തികളെയാണോ ആരാധിച്ചിരുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഒരു ധ്യാനാത്മകമായ മനസ്സ് ഈ ബഹിർമുഖമായി കാണപ്പെടുന്ന ഈ ദൃശ്യ പ്രപഞ്ചത്തെ എന്ത് ചെയ്യണം? അതിൽ നിന്ന് സമസ്ത ജീവജാലങ്ങളുടെയും സൃഷ്ടിക്ക് കാരണവും ആ സർവശക്തനും സർവവ്യാപകവുമായിരിക്കുന്ന പരമാത്മാവിനെ പതുക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അതിനുള്ള വഴിയായിരിക്കുന്ന 8 പ്രധാനപ്പെട്ട, അതാണ് അഷ്ടമൂർത്തി. 8 ശ്ലോകങ്ങളാണ് നമ്മൾ ദക്ഷിണാമൂർത്തി കാണുന്നത്. പിന്നുള്ള 2 പിന്നെ എഴുതി ചേർത്താണ്. അപ്പൊ ഈ അഷ്ടമൂർത്തി 8 എന്ന് പറയുന്നത് ഈശ്വര പ്രതീകങ്ങളുടെ ഉപാസന കൊണ്ട്
വൈദിക കാലത്ത് സാധകർക്ക് ഘട്ടം ഘട്ടമായി ഒരു ഉന്നതമായ സാക്ഷാത്കാരം നേടാൻ കഴിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം 7 ചക്രങ്ങൾ. ആ 7 ചക്രങ്ങളെ അതിക്രമിച്ചാലേ 8ആയിട്ടിരിക്കുന്ന 8ന് ഒരുപാട് പ്രാധാന്യം നമ്മൾ ഗർഭോപനിഷത്തിൽ കണ്ടു. അപ്പൊ ഇത് താഴ്ന്ന പടിയിൽ നിന്ന് തനിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സാധന സ്വീകരിച്ച് ആവശ്യമുള്ള മാനസിക സംയമനം സ്വയം നേടി ഗ്രന്ഥങ്ങൾ പഠിച്ച് ഗുരുമുഖത്തുനിന്ന് കേട്ട് സ്വതന്ത്രമായിട്ട് അതിനെക്കുറിച്ച് വിചാരം ചെയ്തവരുടെ ഉയർന്ന നിലവാരത്തിലുള്ള സമ്പൂർണ്ണ സാക്ഷാത്കാരം കിട്ടിയ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടുന്ന അറിവ് മനസ്സിലാക്കി അവരിവിടെ നേരിട്ട് അനുഭവിച്ച അറിവാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി പടിപ്പടിയായിട്ട് ഇത് ഉയർന്ന സാധകർക്കുള്ളതാണ് ഈ ദക്ഷിണാമൂർത്തി സ്തോത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ പ്രഖ്യാപിച്ചു മായയാണ് സർവ്വ അപൂർണതകളുടെയും കാരണം. നമുക്ക് പരിമിതികൾ ഉണ്ടാക്കുന്നത് മായയാണ്. ഈ മായ എന്തുകൊണ്ട് വന്നു? എന്തുകൊണ്ടാണ് ഈ മായ വരുന്നത്? എങ്ങനെയാണ് മായ ഒരു സാധകനെ ബാധിക്കുന്നത്? പക്ഷെ ഈ മായയെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ പറ്റും? ഈശ്വര ഭക്തിയിൽ കൂടിയും ഈശ്വര ഉപാസനയിൽ കൂടിയും മാത്രമേ മായയെ തരണം ചെയ്യാൻ പറ്റൂ. ശ്രീ ശങ്കരാചാര്യര് അത് 9ാമത്തെ ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏത് മഹാമായയാണെങ്കിലും മായയ്ക്ക് ശരണാഗതി ചെയ്യുന്ന ഒരു സാധകന് അതിനെ അതിക്രമിക്കാൻ സാധിക്കും. അങ്ങനെ കാര്യകാരണങ്ങളെ നല്ലവണ്ണം ബോധിപ്പിച്ച്, അതായത് നാനാത്വ പ്രപഞ്ചത്തിലെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന മൂലകങ്ങള്. എന്താണ് മൂലകങ്ങള്? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഈ 5 മൂലകങ്ങളെ കൊണ്ടാണ് പ്രകർഷേണ പഞ്ചീകൃതമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പദാർത്ഥ ലോകത്തിന്റെ ഓരോ അനുഭവത്തിനും കാരണം ഇത് ജഡമായിരിക്കുന്ന ഇതിന് അനുഭവം കൊടുക്കുന്നത് ഈ പരബ്രഹ്മം എന്ന് പറയുന്ന സത്തയാണ്, സ്ഫുരണമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുവരെ ഉപനിഷത്ത് പഠിച്ചവരാണ് നമ്മളൊക്കെ. മൗനം വേണം. നമ്മുടെ അമൂർത്ത ഭാവത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ ആ സ്ഫൂർത്തി, ആ ഒരു സ്വയം പ്രകാശമായിരിക്കുന്ന ആ മണ്ഡലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു സൂക്ഷ്മ വീക്ഷണത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ ദൃശ്യ പ്രപഞ്ചത്തെ കാണണം. ഈ കാണുന്ന സ്ഥൂലത്തിന്റെ പുറകിലുള്ള സൂക്ഷ്മം ഒരു ദൃശ്യ പ്രപഞ്ചമെല്ലാം കണ്ണാടിയിൽ കാണുന്ന ഒരു പ്രതിഫലനമാണ്. അത് സത്യമാണ്. പക്ഷെ അതിന്റെ പുറകിൽ അതിനെ പ്രവർത്തിപ്പിക്കുന്ന വസ്തു കണ്ണിന് കാണാൻ പറ്റില്ല. പക്ഷെ ഒരു ശക്തി ഇതിനെല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. ആ ആത്മാവിനെ തന്നെ എന്ത് ചെയ്യണം? അവനവന്റെ ഉള്ളില്, അതായത് ബാഹ്യ ലോക പദാർത്ഥങ്ങളിലും സമസ്ത അനുഭവങ്ങളിലും പ്രകാശിപ്പിക്കുന്ന ഏകസ്വരൂപനായിരിക്കണ ആ പരമേശ്വര പരബ്രഹ്മത്തെ, പ്രകാശിക്കപ്പെടുന്ന അതിൽ ഒരു വസ്തു ഞാനാണ് എന്നുള്ള ഒരു ബോധം ഒരു സാധകൻ ശ്രമിച്ചാൽ അനുഭവം ഉണ്ടാകും. ഒരു ഡ്രൈവർ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിലത്തെ കണ്ണാടി നോക്കുകയാണ്. തന്റെ മുഖം കാണാനാണോ? അല്ലല്ലോ. നേരെ മറിച്ച് പിന്നിലുള്ള വഴി നിരീക്ഷിക്കാനാണ് നമ്മള് ഗ്ലാസ് വെച്ചിരിക്കുന്നത്. മുന്നോട്ടുള്ള ദിശയിലേക്കാണ് നോക്കുന്നെങ്കിലും അയാൾ ശ്രമിക്കുന്നത് തന്റെ പിന്നിലെ റോഡില് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കാനും വിലയിരുത്താനും ഒരു തീരുമാനത്തിലെത്താനും അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ പ്രതിമ ഉപാസന എന്ന് പറയുന്ന സഗുണ കൂടി തന്റെ ഇഷ്ടദേവതകളെ ധ്യാനിച്ച് പതുക്കെ അവൻ ബാഹ്യലോകത്ത് നിന്ന് ഹൃദയാന്തർഭാഗത്തിരിക്കുന്ന ആത്മനിഷ്ഠമായിരിക്കുന്ന സത്യത്തെ അറിഞ്ഞാൽ മാത്രമേ അനുഭവിക്കാൻ പറ്റൂ. അപ്പോ ഈ നാനാത്വ പ്രപഞ്ചത്തിന്റെ ഭൗതികമായ സത്യക്ക് നിദാനമായിരിക്കുന്ന 8 അടിസ്ഥാന ഘടകങ്ങളെയാണ് 8 ശ്ലോകങ്ങളിലൂടെ ഈ ആചാര്യ ഭഗവത് പാദർ നമ്മുടെ മുമ്പിൽ ദക്ഷിണാമൂർത്തി സ്തോത്രം, ഇത് വേദാന്ത വിദ്യാർത്ഥികൾക്ക്, തന്ത്രശാസ്ത്രം പഠിക്കുന്നവർക്ക്, ഇല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തിക്കുള്ളതല്ല. കാരണം ഇതിൽ ഉയർന്ന ചില മൂല്യങ്ങളെയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും ഇത് മനസ്സിലാവണമെന്നില്ല. അപ്പൊ ഈ ഒരു ആശ്രയ സ്ഥാനമായിട്ടാണ് ഈ 8 മൂർത്തികളെ അതുകൊണ്ടാണ് അഷ്ടമൂർത്തി എന്ന് പറയുന്നത്. 8 അടിസ്ഥാന ഘടകങ്ങള്. അപ്പൊ ഈ പരമേശ്വരന്റെ തന്നെ 8 വിധമുള്ള രൂപങ്ങളാണ് ഈ ബാഹ്യപ്രപഞ്ചി. സമഷ്ടി എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു സമഷ്ടി എന്ന് പറയുന്നത് ബാഹ്യപ്രപഞ്ചത്തെയാണ്. അപ്പൊ വ്യക്തി ജീവൻ, അതാണ് വ്യഷ്ടി. സമഷ്ടിയും വ്യഷ്ടിയും, മാക്രോകോസം മൈക്രോകോസം, ബ്രഹ്മാണ്ടം പിണ്ടാണ്ടം, ഇങ്ങനെ രണ്ടും നമ്മൾ പറയുന്നുണ്ട്. അപ്പോ ഈ ബാഹ്യമായിട്ട് കാണുന്ന പ്രപഞ്ചത്തിന്റെ മിനിയേച്ചർ ഫോമാണ് നമ്മൾ ഓരോരുത്തരും. ആ വ്യക്തി ജീവനുമായിട്ട് ഗാഢബന്ധം, ഒരു പൊക്കിൾക്കൊടി ബന്ധം എന്ന് തന്നെ പറയാം. ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള പോലെ ഒരു പൊക്കിൾക്കൊടി ബന്ധം നമുക്കും പ്രപഞ്ചവുമായിട്ടുണ്ട്.
അപ്പൊ അതിന്റെ ഘടന, അതിന്റെ വിന്യാസം, നിർമ്മാണം എല്ലാത്തിലും ഏകീഭാവം. കാരണം ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പഞ്ചഭൂതങ്ങൾ തന്നെയാണ്. അപ്പൊ ഇത് വളരെ എന്താ പറയാ, ഒരു നമ്മുടെ ഏറ്റവും സോഴ്സിലേക്കുള്ള യാത്രയാണ് ഇത്. അപ്പൊ നമുക്ക് ഈ ശങ്കര ഭഗവത് പാദർ എന്തുകൊണ്ടാണ് ഗുരുശിഷ്യന്മാർക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഗുരുശിഷ്യ ബന്ധം എന്നാണ് ഏറ്റവും പവിത്രമായിരിക്കുന്ന ബന്ധം. കാരണം എന്താ? അദ്ദേഹം ഇമ്പോർട്ടൻസ് ഓഫ് ഗുരു എന്ന് പറഞ്ഞ് വിവേകാനന്ദ സ്വാമിജിയുടെ ഒരു ചെറിയ ബുക്കുണ്ട്, ചെറിയ ബുക്ക്. അതിനകത്ത് അദ്ദേഹം പറയണു, ആ ഒരു ബന്ധത്തെ വാക്കുകൾ കൊണ്ട് വർണ്ണനാതീതമാണ് ഗുരു, ഗുരു തത്വം. അപ്പോ ഈ ശങ്കരാചാര്യര് തന്റെ ജീവിതത്തിലൂടെ ഗോവിന്ദ ഭഗവത് പാദരെ 7 വയസ്സിൽ നടന്ന നർമ്മദാ തീരത്ത് ചെന്ന ശങ്കര ഭഗവത് പാദര് അവിടെ ഇരുന്ന ഗോവിന്ദ ഭഗവത് പാദരുടെ ശിഷ്യനായിട്ട് 2 വർഷം കഴിച്ചുകൂട്ടി. അതിനുശേഷം അദ്ദേഹം സ്വതന്ത്രമായിട്ട് കാശിയില് തന്റെ എന്താ പറയാ ഒരു പ്രഭാഷണങ്ങൾ ആരംഭിക്കുകയും അദ്ദേഹത്തിന്റെ പത്മപാദർ, സനന്ദൻ എന്ന എന്താ പറയാ ഇവരൊക്കെ തന്നെ ആചാര്യകളോട് അപരിമേയമായിട്ടുള്ള ഭക്തിയുള്ള ശിഷ്യന്മാരായിരുന്നു. ഇത് വേദാന്ത ജ്ഞാനമൊക്കെ നമ്മൾ ഇന്ന് വിചാരിക്കും കലിയുഗത്തിൽ കേട്ടാ പോരെ, നമുക്ക് CD-യിൽ കേട്ടൂടെ എന്നൊക്കെ വിചാരിക്കാം, ബുക്കുകൾ വായിച്ചാൽ പോരെ എന്നൊക്കെ പല ചോദ്യങ്ങളും. കാരണം സ്ഥലം, സമയം, ഇങ്ങനെയുള്ള പല പരിമിതികൾ ഇന്ന് പ്രപഞ്ചത്തിൽ നമുക്ക് എല്ലാവർക്കും കലിയുഗത്തിലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പോരെന്ന് ചോദിക്കും. പക്ഷെ ഈ ഏത് രീതിയിൽ പോയാലും ശങ്കരാചാര്യര് പറയുന്നു, നമുക്ക് ഈ രീതിയിലുള്ള ജ്ഞാനം കിട്ടിയാല് ഒരു കുറവ് ബാക്കി നിൽക്കും. എന്താണ് ആ കുറവ്? ഒരു ജീവൻ മുക്ത പുരുഷന്റെ അടുത്ത് ചെന്ന് ഇരുന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു സുഗന്ധം, ആ സുഗന്ധം എല്ലാ കുറവുകളെയും മാറ്റും. അതുകൊണ്ടാണ് ഭജഗോവിന്ദത്തില് അദ്ദേഹം പറഞ്ഞത്, ഗുരു ചരണാംബുജ നിർഭര ഭക്ത സംസാരാത് അചിരാത് ഭവമുക്ത എന്ന്. പിന്നെ ഇതും കൂടെ പറയുന്നുണ്ട്, സേന്ദ്രിയ മാനസ നിയമം ദേവം പശ്യതി നിജ ഹൃദസ്ഥം ദേവം. ഈ നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന ദേവനെ കാണിച്ചു തരണമെങ്കിൽ, ഈ പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ അത് കാണിക്കണമെങ്കിൽ ഒരു ഗുരു വേണം. ഇത് രഹസ്യമായിരിക്കുന്ന എന്താ പറയുക, ഇത് ഈ രഹസ്യം അറിഞ്ഞ ഗുരുവിന് മാത്രമേ നമുക്കിത് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പൊ ശാസ്ത്രങ്ങളും യമനിയമാദികളും ഒന്നുമല്ല, ഒരു മുക്ത പുരുഷന്മാരുടെ ആ സത്സംഗം കൊണ്ട് രക്ഷപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. അവർക്ക് ചിലപ്പോൾ വായിക്കാൻ അറിയില്ലായിരിക്കും, അവര് ഒരുപാട് എന്താ പറയാ പ്രകരണ ഗ്രന്ഥങ്ങളൊന്നും എഴുതിയില്ലായിരിക്കും. പക്ഷെ മുക്ത പുരുഷന്മാരുടെ സംഘം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടവരുണ്ട്. സ്വാമി വിവേകാനന്ദനോട് ശരത്ചന്ദ്ര ചക്രവർത്തി ഒരിക്കൽ one word, the shortest route to God realization, ഒരു വാക്ക് പറയൂ, എങ്ങനെയാണ് നമുക്ക് ഈ സാക്ഷാത്കാരം പഠിക്കാൻ? എല്ലാവർക്കും പറ്റും. നമുക്ക് അതിനാണല്ലോ നമ്മൾ ഉപാസന മാർഗം തിരഞ്ഞെടുക്കുന്നത്. എല്ലാവർക്കും ബുക്കുകൾ എടുത്തു വെച്ച് പഠിക്കാം, ദാറ്റ് ഇസ് നോളജ്. പക്ഷെ അനുഭവം, ആ ജ്ഞാനത്തിൽ നിന്ന് വിജ്ഞാന പദത്തിലേക്ക് എങ്ങനെ പോകാൻ പറ്റും എന്ന് ചോദിച്ചപ്പോ സ്വാമിജി ഒറ്റ വാക്കാ പറഞ്ഞത്, ഗുരു. ആ ഒരു വിളക്കിൽ നിന്ന് ഒരു കമ്പത്തിരി കത്തിക്കണമെങ്കിൽ നമുക്കറിയാം, അതൊന്ന് ചൂട് പിടിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ആ ഒരു സമയപരിധി, ഒരു കമ്പിത്തിരി കത്താനുള്ള സമയപരിധി ഏത് മനുഷ്യനും എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വരും, അല്ലെ? സമയം എടുക്കും. പക്ഷെ ഒരു കമ്പിത്തിരി, കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പിത്തിരിയിൽ നിന്ന് വേറൊരു കമ്പിത്തിരി കത്തിക്കുകയാണെങ്കിൽ എന്താ, പെട്ടെന്ന് കത്തും. അപ്പോ ഗുരുഭക്തി എന്നാല് ഒന്നും കിട്ടാനല്ല, എന്തോ ഒരു സ്നേഹം, എന്തോ ഒരു പൂർവജന്മ ബന്ധം ഗുരുവിൽ ഏർപ്പെട്ടത് കൊണ്ട്, അതിനെയാണ് നമ്മൾ നിർഗുണ ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഗുരുസേവ, ഭഗവത് സേവ. അപ്പൊ ഗുണങ്ങള് ഒന്നും നമുക്ക്, അതായത് ഈ ഗൗണീ ഭക്തി, മൂർത്തികൾ ഒന്നും വെച്ച് പൂജിച്ചില്ലെങ്കിലും, വിഗ്രഹങ്ങളെ ആരാധിച്ചില്ലെങ്കിലും, എന്താ പറയാ, ആ ഒരു മെഡിറ്റേഷൻ, സായുജ്യം, സാരൂപ്യം, സാമീപ്യം ഒന്നും വേണ്ട. ഇതൊന്നും ഒരു ശിഷ്യന് ആവശ്യമില്ല. പക്ഷെ സദാ ഗുരുവിനെ ഈശ്വരനായി കണ്ട് സേവ ചെയ്യണം. സ്വാമി വിവേകാനന്ദൻ പറയണു, മുക്തിക്കുള്ള ഏക മാർഗം അതാണ്. അതിലൂടെയാണ് ആ നിർഗുണ തത്വത്തിൽ എത്തിച്ചേരുന്നത്. രമണ മഹർഷി 54 വർഷം അരുണാചലം വിട്ടു പോയിട്ടില്ല. കാരണം എന്താ? അദ്ദേഹത്തിന്റെ ഗുരു അരുണാചലാണ്. അപ്പോ ഈ ശാസ്ത്ര പാഠമോ കോടി ജപമോ പ്രാണായാമമോ യോഗ സാധനയോ ഒന്നും കൊണ്ട് നേടാൻ പറ്റാത്തത് ഒരു ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട്. ആ സാന്നിധ്യത്തില് ഉള്ളിലെ അഹന്ത തേഞ്ഞു മാഞ്ഞു പോകും. ചില ദോഷങ്ങള് മുക്തപുരുഷന്മാരുടെ സമ്പർക്കം കൊണ്ടേ മാറുള്ളൂ. അതാണ് ദോഷൈക ദൃക്ക്. നമ്മൾ ചിലര് എത്ര ഉപാസനാ മാർഗത്തിൽ പ്രവേശിച്ചാലും എല്ലാത്തിലും ദോഷം കണ്ടെത്തുന്ന ഒരു സ്വഭാവം ചിലർക്കുണ്ടാവും. അത് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? അത്
ഒരു ഗുരുവിന്റെ സാന്നിധ്യത്തിലിരുന്ന് പതുക്കെ 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 ഈ പറഞ്ഞ റബ്ബർ കൊണ്ട് മാച്ചു കളയുന്നത് പോലെ തേഞ്ഞു മാഞ്ഞില്ലാതാകും. കാരണം എന്താ? ഒരു സദാ ആ ഒരു കത്തുന്ന വിളക്കിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോ ഉള്ളിലിരിക്കുന്ന അജ്ഞാനമാകുന്ന ഇരുട്ട് പതുക്കെ പതുക്കെ മാറിപ്പോകും. ഓം നമഃ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം. ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.